ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ കേക്കിൻ്റെ വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് ഇത്തിരി വ്യത്യാസമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷത്തിന് മേലെയായിട്ട് എൻ്റെ കയ്യിൽ ഈ ഒരു മെറ്റീരിയൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് ഞാനതിൽ ചെറിയൊരു വർക്ക് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ സൂചി വെച്ചിട്ടല്ല കേട്ടോ ആരി വർക്ക് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ ചെറിയ കട്ട് ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു മെറൂൺ കളറായ കാരണം ഈ ഒരു കളർ അതിന് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൂടുതലായിട്ടേ ലൈറ്റിലൊക്കെ വരുന്ന സമയത്താണ് ഈ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ട് നോക്കുന്ന സമയത്ത് കൂടുതൽ ഭംഗി തോന്നുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ വർക്ക് ചെയ്യാമെന്നൊക്കെ നോക്കാം കേട്ടോ. ഞാനിവിടെ ബീഡ് തുന്നാനായിട്ട് എടുത്തിട്ടുള്ള നീഡിൽ 14.5 എന്ന് പറഞ്ഞിട്ടുള്ള ആരി വർക്കിൻ്റെ നീഡിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബീഡ് വർക്കൊക്കെ ചെയ്യാനായിട്ട് വുഡൻ നീഡിൽ ഉപയോഗിക്കാം. അപ്പോൾ എനിക്ക് വുഡിൻ്റെ നീഡിൽ ഉപയോഗിക്കുന്ന സമയത്ത് സ്പീഡിൽ ചെയ്യാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ അതിലാകുമ്പോൾ കുറച്ച് ബീഡ് അധികം നമുക്ക് ഇടാനൊക്കെ പറ്റും. ഇപ്പോൾ ഇതിലാകുമ്പോൾ ഒരു 3-4 ഒക്കെ കേട്ടോ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. വർക്ക് ചെയ്യുന്നേക്കാൾ മുന്നേ ആയിട്ട് നമ്മൾ അതിൻ്റെ നെക്കും അതുപോലെ തന്നെ ഡിസൈനും നമ്മൾ ആദ്യം തന്നെ വരച്ചെടുക്കണം. ഇവിടെ നമ്മൾ ട്രേസ് ചെയ്യില്ല കേട്ടോ. ഞാൻ നേരിട്ടിട്ട് കഴുത്ത് വരച്ച് അതിലൊരു ചെറിയൊരു മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കട്ട് ബീഡ് കേട്ടോ അടുത്ത് നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ത്രെഡ് താഴെ കൊണ്ടുപോയിട്ട് നമ്മൾ നമ്മുടെ നീഡിൽ വെച്ചിട്ട് താഴത്തുനിന്ന് വലിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ ഇവിടെ ലോക്ക് ഇട്ടിട്ട് വേണം പിന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് വർക്ക് ചെയ്യണ സമയത്ത്. ഓരോ ബീഡ് വീതം ഇട്ട് കൊടുത്തിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവുക. ഇപ്പം നമ്മുടെ ഇവിടെ ചെറിയ ബീഡ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു 3 ബീഡ് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ 3 ബീഡ് വെച്ച് കഴിയുമ്പോൾ പിന്നെ അടുത്ത ചെയിൻ എടുത്തിട്ട് വീണ്ടും 3 ബീഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പുറത്തേക്ക് ചെയ്ത് കൊടുക്കണ വർക്കൊക്കെ നമ്മളേ ഓരോ ബീഡ് വീതം ഇട്ടിട്ട് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ തന്നെ മെറ്റീരിയൽ ആയ കാരണമാണ് 3 ബീഡൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ 3 ബീഡ് വെച്ചാലും നന്നായി ടൈറ്റാക്കിയിട്ട് തന്നെയാണ് കേട്ടോ അടുത്ത ബീഡ് വെക്കണത്. അപ്പോൾ അത് കാരണം തന്നെ അത് പെട്ടെന്ന് തന്നെ മനസ്സിലാവണില്ല കേട്ടോ അങ്ങനെ 3 ബീഡ് വെച്ചിട്ട് ചെയ്യണത്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു തുടക്കക്കാരി തന്നെയാണ് കേട്ടോ. ഈ വർക്ക് ഞാൻ അധികമൊന്നും ചെയ്തിട്ടില്ല. പിന്നെ സാധാരണ നീഡിൽ വെച്ചിട്ട് നമ്മൾ തുന്നാറുണ്ട് കേട്ടോ, ചുരിദാറിൽ വർക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വർക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണത്. എനിക്ക് ഇത്രയ്ക്കെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ആദ്യ ടൈമിലൊക്കെ സൂചി എടുത്തിട്ടേ താഴത്തുനിന്ന് വലിക്കുമ്പോൾ നൂല് കിട്ടില്ല. പിന്നെ നമ്മുടെ ഈ മെറ്റീരിയലുണ്ടല്ലോ അതിൽ കുളത്തി വലിച്ചിട്ട് കീറിപ്പോവുക അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോൾ എനിക്ക് നന്നായിട്ട് എടുക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളതിൽ പരമാവധി കുറച്ച് ഭാഗങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ ഞാൻ തുന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് ചെയ്ത് കഴിഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെയും ഒരു കെട്ടിടണം, അതുപോലെ തന്നെ അത് അവസാനിക്കുന്ന ഭാഗത്തും ഒരു കെട്ടിടണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോരും. പിന്നെ സാധാരണ നീഡിൽ വെച്ച് ചെയ്യുന്നേക്കാളും നല്ല ടൈറ്റായിട്ട് നല്ല ബലത്തോട് കൂടി തന്നെയാണ് കേട്ടോ ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണത്. താഴ്വശത്ത് നമ്മുടെ നൂല് ഈ രീതിക്കാണ് കേട്ടോ പിടിക്കുന്നുണ്ടാവുക. അതുപോലെ നമ്മൾ മേലെന്ന് നമ്മുടെ നീഡിൽ ഇറക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ത്രെഡ് വലിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. വലിച്ചെടുത്ത ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളൊരു ചെറിയ ചെയിനും കൂടി എടുത്തിട്ട് നമ്മളവിടെ ഒരു കെട്ടിടണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ബീഡ് ഇടാനായിട്ട്. നമ്മുടെ നീഡിലില്ലേ ഇതുപോലെ തന്നെ ഒരു കോട്ടൻ്റെ നൂലോ എന്തെങ്കിലും ഇങ്ങനെ കട്ടിക്ക് ചുറ്റി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്കത് എടുക്കാനൊക്കെ പറ്റുന്നത്. അല്ലെങ്കിൽ കയ്യിൽ നിന്ന് വഴുക്കി പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് റെഡിക്ക് അടിയിൽ നിന്ന് വലിച്ചെടുക്കാനും ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ അതില്ലാതെ ചെയ്യുമ്പോൾ. ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് ഭയങ്കര സന്തോഷമായിട്ടാന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിനൊരു കാരണം കൂടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മിക്ക ഡ്രസ്സും വാങ്ങിക്കാനായിട്ട് പോണ സമയത്ത് നമ്മൾ കുറച്ച് തടിയുള്ളവരാകുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമായിട്ടുള്ള വർക്കൊക്കെ കാണുന്ന സമയത്ത് അത് വാങ്ങിക്കാൻ പറ്റാറില്ല കേട്ടോ. നമ്മുടെ സൈസ് ചെറിയ സൈസൊക്കെയിലാവും നല്ല വർക്കുകളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇത്തിരി തടിക്കുള്ള ആളുകളാണെങ്കിലും അവരുടെ സൈസിൽ വരുമ്പോൾ വർക്കുകളുടെ ഭംഗിയൊക്കെ ഇത്തിരി കുറവുള്ള വർക്ക് ഉള്ള ചുരിദാറൊക്കെ ഔട്ടാണ് കിട്ടുക. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ അതിലുപരി അതിന് വിലയും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വിലയൊക്കെ കേൾക്കുമ്പോൾ നമ്മളത് അവിടെ വിട്ടിട്ട് പോരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെറ്റീരിയൽ വാങ്ങിക്കും. അങ്ങനെയായിരിക്കും മിക്ക ചുരിദാറുകളും നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ. എൻ്റെ മിക്ക ചുരിദാറിൻ്റെ മെറ്റീരിയൽ എടുക്കാറ് ഞാൻ തൃശ്ശൂരുള്ള ക്യൂണിന്നാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോണ സമയത്തായാലും നല്ല വർക്കുള്ള മെറ്റീരിയലുകൾ ചെയ്തത് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ പിന്നെ തോന്നും എന്നാൽ അതെടുക്കാമല്ലോ എന്ന്. പക്ഷെ അതെടുക്കാനായിട്ട് പോണ സമയത്തേ അതിൻ്റെ വില കാണുന്ന സമയത്ത് 2000-3000 കാണുമ്പോൾ ഞാനതവിടെ വെക്കും കേട്ടോ. അപ്പോൾ എന്നെ പോലെ തന്നെ ഉണ്ടാവും മിക്ക ആളുകളും. എനിക്ക് അത്ര വില കൊടുത്തിട്ട് വാങ്ങിച്ചിട്ട് ഇടാനായിട്ട് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ.
പിന്നെ ഞാനത് അവിടെ വെക്കൂട്ടാ. അതിനുശേഷം അവിടെ നിന്ന് തന്നെ നല്ല നല്ല മെറ്റീരിയലുണ്ട്. കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ അവിടെ നിന്ന് കിട്ടാറ്. അപ്പം അതും എടുക്കും. തൊട്ടപ്പുറത്ത് നിന്ന് തന്നെ നമ്മുടെ ത്രെഡ് സിറ്റി പോയിട്ട് കുറച്ച് ബീഡും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നിട്ട് സാധാരണ നീഡിൽ വെച്ചിട്ട് നമ്മൾ തുന്നാറ്. പക്ഷേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഉറപ്പ് കുറവായിരിക്കും കേട്ടോ. പിന്നെ അങ്ങനെയാണ് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നത് കേട്ടോ ഞാൻ. യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസ് ഉണ്ടല്ലോ ഇതുപോലെ വർക്ക് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ ഞാനങ്ങനെ കുറേ വീഡിയോസ് കണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ കെട്ടിടാനൊക്കെ പഠിച്ചത്. ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ട് കെട്ടിടാൻ പഠിച്ചു കഴിഞ്ഞപ്പോഴേ ഞാനും എൻ്റെ മോളും കൂടിയിട്ട് തമാശയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ കുറച്ച് ഞങ്ങളിരുന്ന് തുന്നിയിട്ടാണ്. അപ്പോൾ 2 പേരും ചെയ്തപ്പോൾ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നാക്കല്ല കേട്ടോ. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിയണം എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ എനിക്ക് വന്നു തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ കുറേ നാളായിട്ടാണ് അന്വേഷിച്ച് നടക്കുന്നത് പഠിക്കാനായിട്ട്. അങ്ങനെ പിന്നെ നമ്മളിപ്പോൾ ഇതിന് ഒരു കോഴ്സിന് ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അധികമൊന്നും ആയിട്ടില്ല, അതിലും തുടക്കം തന്നെയാണ്. പക്ഷെ നമുക്കിങ്ങനെ കെട്ടിടാനും ഇതിനൊക്കെ നേരത്തോടു കൂടി പഠിച്ച കാരണം കുറച്ചും കൂടിയും എളുപ്പമായി എന്ന് വേണമെങ്കിൽ പറയാം ചെയ്യാനൊക്കെ വർക്കുകൾ തരുമ്പോൾ. ഈ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടേ അവസാനിക്കുന്ന വശത്ത് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കെട്ടിട്ട് കൊടുക്കുമ്പോൾ ഒരു കെട്ടൊന്നുമല്ല ഞാൻ ഇട്ട് കൊടുക്കുന്നത്, 2 കെട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ മെറ്റീരിയലിൽ ചെയ്യണതെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഉരണ്ട എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ എങ്ങനെയൊക്കെ കെട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു പേടിയും കൂടിയിട്ടുണ്ട്. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന വർക്കായ കാരണം അങ്ങനെ കെട്ടിട്ട് കൊടുത്താലൊന്നും കുഴപ്പമില്ല കേട്ടോ കൂടുതൽ. പിന്നെ നമുക്കുണ്ടല്ലോ എത്ര കെട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ അഴിയില്ല എന്നുള്ളത് കറക്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും. നമുക്ക് താഴത്തുനിന്ന് നമ്മുടെ നീഡിൽ വെച്ചിട്ടേ അതിൻ്റെ ബാക്കി കെട്ടിട്ടതിനെ താഴോട്ട് വലിച്ചതിനെ ഒപ്പാക്കി വെക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ടോപ്പിൽ നിന്ന് തന്നെ ആക്കിയിട്ട് വലിക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് പോകുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കംപ്ലീറ്റ് അത് തുന്നി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തുന്നി കഴിഞ്ഞ സമയത്താണ് എനിക്ക് കുറച്ചും കൂടിയും എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് തോന്നിയത്. അങ്ങനെ ഞാൻ കുഞ്ഞൊരു ഇലയുടെ ഡിസൈനും കൂടി അതിൽ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചെയ്യാനായിട്ട്. ഇതിൻ്റെ 2-3 വരികളിൽ ഞാൻ ചെറുതായിട്ട് ഇലകൾ തുന്നിയെടുത്തു കേട്ടോ. അപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ ഒറ്റയടിക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഇതെന്തായാലും 2 ദിവസമൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ ചെയ്തത്. നമ്മൾ നമ്മുടെ വീട്ടിലെ ജോലികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കിട്ടുന്ന ടൈമിലാണല്ലോ ഇങ്ങനെയൊക്കെ തുന്നാനിരിക്കാൻ പറ്റുക. അപ്പം അത് കാരണം തന്നെ എനിക്ക് 2 ദിവസം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ചെറിയ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല സ്പീഡൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വേഗം ചെയ്യാൻ പറ്റുമായിരിക്കും. ഇതിൽ ചെറിയ ഇലകൾ ചെയ്യുന്ന സമയത്ത് അവിടെയും നമ്മൾ കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് കറക്റ്റ് കാണിച്ചു തരാം. ഇതുപോലെ ഒരു ചെയിൻ എടുത്തതിന് ശേഷം വേറൊരു ചെയിനും കൂടി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ നമ്മൾ ആദ്യം എടുത്ത ചെയിന് നമ്മൾ നമ്മുടെ നീഡിലിൽ വെച്ച് വലിച്ച് താഴത്തുനിന്നും വലിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് കെട്ട് വീഴുന്നത് അവിടെ. അപ്പോൾ ഇതുപോലെ കെട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ഊരില്ല കേട്ടോ. എങ്ങനെയാണ് ഇതാക്കിയാലും അത് ഊരി വരില്ല. പിന്നെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് നല്ല ടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഈ നിൽക്കുന്ന നൂലുണ്ടല്ലോ അതിനെയാണ് കേട്ടോ നമ്മൾ താഴത്തുനിന്ന് വലിക്കാമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മളിത് കേട്ടോ അതിൻ്റെ തൊട്ടിപ്പുറത്തു നിന്നാണ് ഞാൻ അടുത്ത ചെയിനും കൂടി എടുക്കും. ആ കെട്ടിട്ടതിന് അവസാനം നമുക്ക് താഴത്തുനിന്ന് വലിക്കാം. അപ്പോൾ അത് അടുത്തൊരു ചെയിൻ എടുത്തിട്ട് ഇതിലാണ് നമ്മുടെ ബീഡിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ബീഡിടുക, പിന്നെ വീണ്ടും ചെയിൻ എടുക്കുക. അങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ എവിടെ നിന്ന് തുന്നാണെങ്കിലും ഈ രീതിക്ക് തന്നെയാണ് തുന്നുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ തുന്നണ സമയത്ത് ഇതിൽ നിന്ന് ബീഡൊക്കെ ഊരി വീഴും. അതുപോലെ തന്നെ ത്രെഡ് വലിക്കുന്ന സമയത്ത് ചിലപ്പോൾ കറക്റ്റ് കിട്ടിയില്ല എന്നൊക്കെ വരും കേട്ടോ ചില ടൈമിൽ. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. നമ്മൾ വീണ്ടും വീണ്ടും താഴോട്ടെടുക്കുക, വലിക്കുക, അങ്ങനെ ക്ഷമയോടുകൂടി ചെയ്യുക. കുഞ്ഞ് ഇലകളൊക്കെ ചെയ്യുന്ന സമയത്ത് അതുപോലെ ഇങ്ങനെ തുമ്പുവശങ്ങൾ വരുന്ന സമയത്ത് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുക. പിന്നെ ദേ നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വർക്ക്. അപ്പോൾ ഇത്ര തന്നെ ചെയ്ത സമയത്ത് എനിക്ക് തന്നെ എത്ര സന്തോഷമായിന്ന് അത് നമുക്ക് ഓരോരുത്തർക്കും ഇത് ചെയ്യണം കേട്ടോ. അപ്പോൾ ചെയ്ത് കഴിയുമ്പോഴാണ് അതൊക്കെ മനസ്സിലാവുക. വർക്ക് കംപ്ലീറ്റ് ആയപ്പോൾ ഞാനതിനെ കട്ട് ചെയ്തിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പുറത്തേക്ക് പോയപ്പോൾ ഇട്ടു. അപ്പോൾ പിന്നെ മിക്ക ആളുകൾ കണ്ടപ്പോൾ ഇത് എവിടെ നിന്ന് എടുത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാനാ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എങ്ങനെ ചെയ്തത് നന്നായിട്ടുണ്ടെന്നൊക്കെ അഭിപ്രായം പറഞ്ഞു കേട്ടോ. അതൊക്കെ കേട്ട സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എത്രയോ സന്തോഷം എന്നുള്ളത്. നമ്മൾ 2 ദിവസം കഷ്ടപ്പെട്ട് ചെയ്തൊരു വർക്കും കൂടിയിട്ടാണല്ലോ. അങ്ങനെയൊരു അഭിപ്രായം കേൾക്കുമ്പോൾ എങ്ങനെ സന്തോഷിക്കാതിരിക്കാമല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രത്തോളം ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.